എൻ്റെ പേര് അനു മോഹൻ എന്നാണ്. ഞാനൊരു IT പ്രൊഫഷണലാണ്. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നതിൽ കൂടുതൽ പേരും ഗവൺമെന്റ് എംപ്ലോയി ആയതുകൊണ്ട് ഒരു കാര്യം, എൻ്റെ വീടിന്റെ അടുത്താണ് വെള്ളനാട് പഞ്ചായത്ത്. വെള്ളനാട് പഞ്ചായത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി തന്നെ നമ്മൾ ആക്രമിക്കപ്പെട്ട ഒരു വിഷയമുണ്ടായി. അപ്പം നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അത് കൺസിഡർ ചെയ്യണം, നമ്മൾ അവർക്ക് വേണ്ടി നിൽക്കണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. ഒരു 2-3 കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഫണ്ട് ലാപ്സ് ആവുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. ഇപ്പൊ ഫണ്ട് ലാപ്സ് ആവുന്നത് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന തരത്തിൽ ഒരു നിയമനിർമ്മാണം നടത്താൻ സാധിക്കുമോ എന്നുള്ളത് എനിക്ക് സാറിനടുത്ത് ചോദിക്കണമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ തെലങ്കാനയുടെ നിയമം പറഞ്ഞായിരുന്നു. തെലങ്കാനയുടെ നിയമത്തിൽ ഫണ്ട് ലാപ്സ് ആകുന്നതോ അല്ലെങ്കിൽ അതാത് വകുപ്പുകൾ ഫണ്ട് ലാപ്സായി വരുന്ന സമയത്ത് ആ വകുപ്പിന്റെ തലവൻ തന്നെ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ലയബിൾ ആകുന്ന ഒരു നിയമനിർമ്മാണമുണ്ട്. അപ്പൊ അത്തരത്തിലൊരു നിയമനിർമ്മാണം കേരളത്തിലും വരണമെന്ന് ആണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്നൊരു അഭിപ്രായമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ പഞ്ചായത്തുകളിൽ പ്രധാനമായിട്ടും നമ്മൾ ഈ ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ നമ്മൾ കണ്ടുവരുന്നത്, നമ്മുടെ ആൾക്കാർക്ക് 6 ലക്ഷം രൂപ അല്ലെങ്കിൽ 4 ലക്ഷം രൂപ ലോണായിട്ട് വീടും ഭവന പദ്ധതിയിൽ കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ പ്രദേശത്ത്, ഒരു കോളനി ആയിരിക്കും, ആ പ്രദേശത്ത് അവിടെ കലുങ്ക് നിർമ്മിക്കുന്നതിന് അല്ലെങ്കിൽ അവിടെ ഒരു റോഡ് ടാർ ചെയ്യുന്നതിന്, ഇതെല്ലാം തന്നെ ഈ ഫണ്ടിലോട്ടാണ് വകമാറ്റി ചെലവഴിക്കുന്നത്. അല്ലെങ്കിൽ അതും കൂടെ ഈ ലൈഫ് മിഷനകത്തുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി ഫണ്ട് എടുത്തു എന്ന രീതിയിലാണ് ഉൾപ്പെടുത്തുന്നത്. ഇപ്പൊ ഭവന നിർമ്മാണത്തിന് കൊടുക്കുന്നത് കൃത്യമായിട്ട് ഭവന നിർമ്മാണത്തിനും റോഡ് മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടുന്ന ഫണ്ട് ഇതുമായിട്ട് കൂട്ടിക്കലർത്താൻ പാടില്ല, അല്ലെങ്കിൽ വക മാറ്റി ചെലവഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യം കൂടെ ഉൾപ്പെടുത്തണം. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ടിരുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 2 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം രോഹിത് വേമുല ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് UGC ഒരു റെഗുലേഷൻസ് കൊണ്ടുവന്നായിരുന്നു ഈ അടുത്ത കാലത്ത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ അത് ഈ സെൻട്രൽ ഗവൺമെന്റ് കോളേജുകളിൽ അവർക്ക് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള റെഗുലേഷൻസ് കമ്മിറ്റി ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞ് UGC നിയമനിർമ്മാണം നടത്തി. അപ്പൊ ആ റെഗുലേഷൻസ് എതിരെയായിട്ട് ഇപ്പം ഒരു സുപ്രീം കോടതി അത് ബാൻ ചെയ്തിരിക്കുകയാണ്, അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഫലത്തിൽ. അപ്പൊ അതോടൊപ്പം തന്നെ ഇതിന് കാരണമായതെന്ന് പറഞ്ഞാൽ 2019 രോഹിത് വെമുലയുടെയും അതുപോലെ തന്നെ പ്രാഗ്വി തൽവി എന്ന് പറയുന്ന ഒരു ഡോക്ടറായിട്ടുള്ള അവർ മരിച്ചുപോയി. അവരുടെയും രക്ഷിതാക്കള് സുപ്രീം കോടതിയെ സമീപിക്കുകയും അത്തരത്തിന്റെ ഭാഗമായിട്ടുള്ള രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് വരികയും അങ്ങനെ UGC ഒരു നിയമനിർമ്മാണം നടത്തുകയും ചെയ്തത്. UGC അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് നടത്തുകയും ചെയ്തത്. അപ്പൊ ഈ റെക്കമെൻഡേഷൻസ് കാരണമായി 2021 ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ആള് ലോക്സഭയിൽ BJPയുടെ MP തന്നെയാണ്, ലോക്സഭയിൽ പറഞ്ഞ കാര്യമാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഏതാണ്ട് 2014 മുതൽ 2021 വരെ 122 പേരോളം യൂണിവേഴ്സിറ്റികൾ മരണപ്പെട്ടു കഴിഞ്ഞു, സൂയിസൈഡ് ചെയ്യപ്പെട്ടു. അതിൽ ഏതാണ്ട് 80% ആൾക്കാർ ദളിത് വിഭാഗങ്ങളിൽ നിന്നായിരുന്നു, മൈനോറിറ്റി നിന്നായിരുന്നു. നമ്മുടെ അറിയാം ഫാസിയ പോലുള്ള തമിഴ്നാട് IIM നിന്ന് മരിച്ച ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം നടന്നത് IIM, IIT പോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലാണ്. പക്ഷേ UGC റെഗുലേഷൻസ് വന്നപ്പോൾ അവർ പറഞ്ഞത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ ഒഴിവാക്കിക്കൊണ്ട് UGC അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജുകൾക്കും അവരുടെ മറ്റനുബന്ധ സ്ഥാപനങ്ങൾക്കുമാണ് ഇത്തരത്തിലുള്ള സ്പെഷ്യൽ നിയമങ്ങൾ ബാധകമാക്കി UGC പുതിയൊരു അനുബന്ധം കൊണ്ടുവന്നത്. അവർ അക്സെപ്റ്റ് ചെയ്തത് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ കാര്യങ്ങൾ നടക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി അവർ മാറ്റി നിർത്തിക്കൊണ്ടോട്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ 2026 ഇപ്പം അടുത്ത് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കർണാടക ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് സെപ്പറേറ്റ് ആയിട്ട് രോഹിത് വേമുല ആക്ട് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അതിലും ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിവിൽ നിയമമായിട്ടാണ് വരുന്നത്. സിവിൽ നിയമം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാര്യ ഭർത്താവ് ബന്ധങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ, മറ്റു കാര്യങ്ങൾ പോലുള്ള വളരെ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ നിയമത്തിന്റെ പശ്ചാത്തലത്തിലല്ല രോഹിത് വേമുല ആക്ട് കർണാടകയിൽ പോലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇതിനകത്ത് അത് കണ്ടില്ല. നമ്മളൊരു രോഹിത് വേമുല ആക്ട് കേരള സർക്കാർ, അടുത്ത് വരാൻ പോകുന്ന കേരള സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൽ അത് ക്രിമിനൽ നിയമമായിട്ട് തന്നെ വരത്തക്ക രീതിയിൽ വേണം ആകേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു അഡീഷണൽ പോയിന്റ്. ഒരു കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നു, ജാതി സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സുധാമൂർത്തി എന്ന് പറയുന്നത് ഇൻഫോസിസിന്റെ ചെയർമാന്റെ ഭാര്യയാണ്. അവർ ജാതി സെൻസസ് കർണാടക സർക്കാർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഒരു സോഷ്യോ എക്കണോമിക്കൽ ആൾക്കാരുടെ സോഷ്യോ എക്കണോമിക്കൽ അത് എന്യൂമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോസസ്സ് നടത്തിയപ്പോഴത്തേനും അവർ വീട്ടിലില്ല എന്നും അവർക്ക് ഞങ്ങൾ ആരും തന്നെ ബാക്ക്വേർഡ് അല്ല എന്നും അതുകൊണ്ട് തന്നെ ഞാൻ ഈ എന്യൂമറേഷൻസിൽ ഭാഗവാക്കാകുന്നില്ല എന്നും അവർ കോടതി പറഞ്ഞു. അങ്ങനെ കോടതി അവർക്ക് അനുകൂലമായിട്ട് ഇത് വോളണ്ടറി ആയതുകൊണ്ട് തന്നെ
കോടതി അവർക്ക് അനുകൂലമായ വിധി ഉണ്ടാകുകയും ചെയ്തു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിവിടെ ജാതി സെൻസസ് ഇവിടെ നടത്തുമ്പോൾ ഈ ഡാറ്റ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗങ്ങളും അവരുടെ സോഷ്യോ എക്കണോമിക്കൽ അല്ലെങ്കിൽ അവരുടെ വിഭവങ്ങൾ മേലുള്ള അവരുടെ പാർട്ടിസിപ്പേഷൻസ് പൂർണ്ണമായി അറിഞ്ഞാൽ മാത്രമേ ആരൊക്കെ എത്രത്തോളം പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ള അല്ലെങ്കിൽ വിഭവങ്ങൾ കൃത്യമായിട്ട് ക്രമീകരിച്ച് കൊടുക്കാൻ നമുക്കൊരു ഡാറ്റ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഈ സുധാമൂർത്തിയുടെ എക്സാമ്പിൾസ് വെച്ചുകൊണ്ട് ഇവിടെ ഒരുപാട് പേര് സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഇതേ രീതിയിൽ വോളണ്ടറി ആയിട്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല എന്നുള്ള സ്റ്റാൻഡ് എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഗലി ലെജിറ്റിമേറ്റ് ചെയ്യുന്ന തരത്തിൽ നിർബന്ധിതമായിട്ട് ജാതി സെൻസസ് എല്ലാവരും തന്നെ ഭാഗമാക്കാകണം എന്ന് വരുന്ന തരത്തിലായിരിക്കണം ജാതി സെൻസസ് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്ന് കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജെ ബി.